അതായത് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായിട്ട് നമ്മുടെ ഇൻഫോസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് തന്നെ പോകാം. ഏതായാലും US മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ ഡൗ ജോൺസ് 0.43% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. S&P 500 0.27% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ നമുക്ക് 0.09% ഒരു നേട്ടമാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 45,771 പോയിന്റ് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലെവല് എത്തുമ്പോഴേക്കും നമുക്ക് അല്പം സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നമുക്ക് ചുരുങ്ങിയത് ഒരു 600 പോയിന്റ് നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാം. ബിക്കോസ് ദ നെക്സ്റ്റ് ടാർഗറ്റ് വിൽ ബി 45,600. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള ടാർഗറ്റ് 47,900 പോയിന്റും ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ആ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയപ്പോഴേക്കും വീണ്ടും ഇന്നലെ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ വളരെ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 25,550 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാറിന് നമുക്ക് ഏതായാലും കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് കൂടി പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിലവിൽ കമ്മോഡിറ്റി മാർക്കറ്റിൽ ബ്രെൻഡ് ക്രൂഡിലും ക്രൂഡ് ഓയിലൊക്കെ നമുക്കിന്നൊരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഇനി എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നുണ്ട്. ബ്രെൻഡ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് വീണ്ടും $71.50 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതേസമയം നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $66.50 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറും. ഗോൾഡിലോട്ട് വരുമ്പോഴും സമാനമായൊരു നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 0.31% നേട്ടത്തിൽ 3,333 എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണ്ണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തന്നെ തുടരുന്നു. നമുക്ക് ഒരു ബൈ ട്രിഗർ സ്വർണ്ണത്തിൽ ഇന്ന് ലഭിക്കണമെങ്കിൽ $3,360 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 3,380. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 3,330 നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് 25,355 എന്നൊരു ലെവലിലാണ്. 0.47% ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയായിരുന്നു നമുക്ക് ഭൂരിഭാഗം സമയങ്ങളിലും കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഇനി ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഒരു അല്പം അധികം സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 25,300 പോയിന്റിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ സാധ്യതയുണ്ട്. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ 25,570 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാറിന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി 56,956 എന്നൊരു നിലയിലാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. 257 പോയിന്റിൻ്റെ ഒരു ഇടിവിൽ 0.45% ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ക്ലോസിംഗ് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളിപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നുണ്ടെങ്കിലും ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 55,600 പോയിന്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ചുരുങ്ങിയതൊരു 500 പോയിന്റിന്റെ കറക്ഷനെങ്കിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 57,380 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സോ നമുക്ക് സ്റ്റോക്കിൽ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് അശോക് ലൈലാൻഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം 0.4% ഒരു ഇടിവിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. 249 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോസിംഗ് ആണ് നടത്തിയത്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശോക് ലൈലാൻഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലെലന്റെ കേസിൽ 255 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. ബട്ട് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 246 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 255 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് IFCA ആണ്. IFCA നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമുക്ക് IFCA നമുക്ക് നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ സ്റ്റോക്ക് രേഖപ്പെടുത്തിയത് 0.52% ഒരു ഇടിവായിരുന്നു. 61 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് IFCAയിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ മെയ് മാസത്തിൽ നോക്കുമ്പോൾ ഏകദേശം 60% ഒരു നേട്ടം നൽകിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു നമുക്ക് മെയ് മാസത്തിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ മാസം നേരിയ ഒരു ഇടിവ് രേഖപ്പെടുത്തിയുമാണ് സ്റ്റോക്കിലൊരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. IFCAയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IFCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. മെയ് മാസത്തിൽ നമുക്ക് വലിയ നേട്ടം നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 59 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 65 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് തങ്കമേൽ ജ്വല്ലറി ലിമിറ്റഡാണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 0.12% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 1927 സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഒക്ടോബർ 2024 അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 25% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ തങ്കമയിൽ ജ്വല്ലറി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ലിക്വിഡിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 2000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1800 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1.38% ഒരു നേട്ടത്തിൽ 152 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് തുടങ്ങി ഇതുവരെയുള്ള ഒരു മാസങ്ങൾ നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ എല്ലാ മാസവും സ്റ്റോക്ക് നടത്തി വരുന്നത്. IOCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, ഞാൻ IOCയിലോട്ട് വരുന്നതിന് മുൻപ് വിഷ്ണു എൻ്റെ അടുക്ക് ഇപ്പോൾ തങ്കമയിലെ കുറിച്ച് ചോദിച്ചിരുന്നു. അതേസമയം നമ്മളിപ്പോൾ കല്യാൺ ജുവലേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കല്യാൺ ജുവലേഴ്സിൽ നമുക്ക് ജനുവരി മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 3-4 മാസമായിട്ട് കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 594 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 620, 630, 655. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 560 ആയിരിക്കും. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. IOCയുടെ കേസിൽ IOC, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം മുതലായ സ്റ്റോക്സിലൊക്കെ സിമിലർ പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ IOCയുടെ കേസിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 148 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 155, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 158, അതിനുശേഷം 161. സാർ നമുക്കിനി അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടെലികോമിൽ നിന്നുള്ള ഭാരതി എയർടെലാണ്. 2.73% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1964 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് താങ്കളുടെ ഇനി ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്?
വിഷ്ണു, അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് അണ്ടർടോൺ ബുള്ളിഷായി തുടരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 9 ട്രേഡിംഗ് സെഷൻസിൽ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എൻട്രോ ഹെൽത്ത് കെയർ സൊല്യൂഷനാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 4% ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1241 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. കഴിഞ്ഞ ഒരു വീക്ക് നോക്കുമ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? എൻട്രോ. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. ENTERO. So Entero Healthcare is a small cap stock and നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 1080 രൂപയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. ഈ സ്റ്റോക്കിന്റെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 1325 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സർ, നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ടത് സമീറ ആഗ്രോ ഇൻഫ്രയെ പറ്റിയാണ്. സമീറയെ പറ്റി നോക്കുമ്പോൾ 1.84% ഒരു നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു ലാസ്റ്റ് ട്രേഡിൻ്റെ കാണാൻ സാധിക്കുന്നത്. 30 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ബോണസ് ഇഷ്യൂ നടന്നതായിട്ട് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്ക് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇൻഫാക്ട് നമ്മൾ മെയ് മാസത്തിൽ ഈ സ്റ്റോക്ക് വെറും 9 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഇന്ന് 30 രൂപയ്ക്ക് മുകളിലുള്ള ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് നമ്മൾ ജൂൺ മാസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ ക്ലോസിംഗ് നടത്തി വന്നിരിക്കുന്നത്. ദിസ് ഇസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ഈ ഒരു സ്റ്റോക്കിലെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്കിലെ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ ഇമ്മീഡിയറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സർ, ഇനി നമുക്ക് അടുത്തൊരു ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ വാഗനാണ്. ജൂപ്പിറ്റർ വാഗൻ നോക്കുമ്പോൾ 0.07% നേരിയൊരു ഇടിവിലായിരുന്നു ക്ലോസിംഗ് കാണാൻ സാധിക്കുന്നത്. 375 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നേരിയൊരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജൂപ്പിറ്റർ വാഗണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജൂപ്പിറ്റർ വാഗന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കുമെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 360 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ബട്ട് മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ടിറ്റാഗർ റെയിൽ. ടിറ്റാഗർ റെയിലിന്റെ കേസിൽ നമുക്ക് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് 840, 970 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരുന്നു. നല്ലൊരു ലോ റിസ്ക് ബൈയിങ് സെറ്റപ്പ് ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. 972 റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ഇനി ഫോക്കസിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവൽസ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ 1.58% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 336 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏപ്രിൽ തുടങ്ങിയ ഒരു മാസങ്ങളിൽ നേരിയതെങ്കിലും ഒരു റിട്ടേൺ പോസിറ്റീവായിട്ടുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Sterling and Wilson case, long term trend and short term trend bullish ആയി തുടരുന്നു. This is a small cap stock. So ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 350 രൂപയിലാണ്. ഇനി നമുക്ക് ജിയോ ഫിന്നിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 331 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് മുതൽ മികച്ചൊരു റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസത്തിലും ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 64% നേട്ടം നൽകി കഴിഞ്ഞു. ജിയോ ഫിന്നിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാമോ?
ജിയോഫിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 335 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്നത് 347, 353, 360, 370. സാറിന് നമുക്ക് ഷിപ്പിംഗ് ഓഹരികളുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. അതിൽ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ അറിയേണ്ടത് GRSCയുടെ ഒരു വ്യൂ ആണ്. 2.83% ഒരു ഇടിവിലാണ് GRSC ട്രേഡ് ചെയ്തതായിട്ട് കാണുന്നത്. 2896 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മെയ്യിൽ തന്നെ വലിയ രീതിയിൽ 50% മുകളിലേക്കൊരു റിട്ടേൺ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ടച്ച് ചെയ്താണ് GRSC ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ GRSCയിൽ എന്താണ്? GRSCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ 3020 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2790 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. സാറിന് അടുത്ത ഒരു ഷിപ്പിംഗ് ഓഹരിയായ മസഗോൺ ഡോക്കിനെ കുട്ടി കൂടി എന്ന് അറിയണം. 0.9% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 3263 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു മെയിൽ നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ മാസം നേരിയ ഒരു 6% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇടിവ് നമുക്ക് കാണാനും സാധിച്ചിരുന്നു. ഇനി ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാസഗോൺ ഡോക്കിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 3400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3180 രൂപയിലെ സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. സാറിന് നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് ഒരു ബാങ്കിങ് ഓഹരിയുടെ വ്യൂ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. സ്റ്റോക്ക് 1.29% ഇടിവിൽ 114 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലൊക്കെ ആയിട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് നിലവിൽ സ്റ്റോക്ക് നടത്തുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 113 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 123 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ദിസ് ജംഗ്ഷൻ എനിക്ക് തോന്നുന്നില്ല 123 റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സാർ നമുക്കിനി IOBയുടെ ഒരു വ്യൂ കൂടി അറിയണം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇന്നലെ 0.36% ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 39 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ ജൂൺ തുടങ്ങി പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ നമുക്കൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞൊരു ഏപ്രിൽ തുടങ്ങി നേരിയ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിലൊരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? IOBയുടെ കേസിൽ പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഇത് കഴിഞ്ഞ 3-4 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 38 രൂപയിലായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബൈ ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ 41 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 41 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 43 അതിനുശേഷം 46 ആയിരിക്കും. 46 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സാറിന് ഈ സജിലിറ്റി ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 4.2% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 44 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ 4% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഈ ഒരു മാസം ഒരു 8% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സജിലിറ്റിയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. 39 രൂപ 50 പൈസയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യേണ്ട ടാർഗറ്റ്സ് 49 രൂപ അതിനുശേഷം 53 രൂപ.
ഇനി നമുക്ക് കാനറ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കാനറ ബാങ്ക് 1.38% ഒരു ഇടിവിൽ 112 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് നിലവിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് തുടങ്ങിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ ഏകദേശം 40% മുകളിലേക്ക് ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ അടുത്തായിട്ടാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നതും. കാനറ ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? കാനറ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസുമായിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 110 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 116 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സാറിന് നമുക്ക് വണ്ടർലയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. വണ്ടർലേ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ സ്റ്റോക്ക് 0.86% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 632 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വണ്ടർലയെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, വണ്ടർലയുടെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. And unfortunately, ഈ സ്റ്റോക്ക് in the long term and short term trend രണ്ടും ബെയർഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 618 സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 682 അതിനുശേഷം 723 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാറിനെ അറിയേണ്ടത് ആക്മെ സോളാർ ഹോൾഡിംഗ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇന്നലെ നോക്കുമ്പോൾ 9% ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നവംബർ 2024 സ്റ്റോക്ക് ഒരു ലിസ്റ്റിംഗ് നടത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ ഏപ്രിൽ 2025 ശേഷം ഒരു കുതിപ്പ് സ്റ്റോക്ക് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 50% റിട്ടേൺ ഏപ്രിലിന് ശേഷം സ്റ്റോക്ക് നൽകി കഴിഞ്ഞു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ ഒത്തിരി IPO സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒത്തിരി IPO സ്റ്റോക്സ് ലിസ്റ്റിംഗിന് ശേഷം നമ്മൾ നിരാശപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് ആക്മെ സോളാറിന്റെ കേസിൽ ജനുവരി മാസത്തിൽ ലിസ്റ്റിംഗിന് ശേഷം നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വരും സെഷൻസിൽ വീണ്ടും നമുക്ക് ഒത്തിരി നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, ഒരു IPO സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. NTPC ഗ്രീൻ എനർജിയുടെ ഒരു വ്യൂ കൂടിയാണ് അറിയേണ്ടത്. 0.81% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നവംബർ 2024 ഒരു ലിസ്റ്റിംഗ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവൊക്കെ സ്റ്റോക്കിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ മാർച്ച് തുടങ്ങി ഒരു നേരിയ ഒരു നേട്ടം നൽകിയിട്ടുണ്ട് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPC ഗ്രീനിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡും സൈഡ്വേസുമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. 110 രൂപയിൽ അട്രിജർ കാണാൻ സാധിക്കുന്നത്. 110 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 119. 119 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഇനി IEXൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.76% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 206 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 30% ഇടിവ് രേഖപ്പെടുന്ന ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IEXൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IEXന്റെ കേസിൽ കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നു. 152 രൂപയ്ക്ക് അടുത്തായിരുന്നു ആ ഒരു മേജർ ബോട്ടം. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. 190 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 215 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാറിന് നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് 1% ഒരു നേട്ടമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 106 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഈ ഒരു വർഷത്തെ ഒരു റിട്ടേൺ നോക്കുമ്പോൾ ഇപ്പോൾ 34% ഒരു നേട്ടം ടാറ്റ സ്റ്റീൽ ഓൾറെഡി നൽകി കഴിഞ്ഞു. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് ഏകദേശം ഒരു 10% ഇടിവ് മാത്രം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ സ്റ്റീലിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈഷൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 156 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 162 രൂപ 50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാറിന് അവസാനമായി അറിയേണ്ട ഒരു സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. 0.5% ഒരു ഇടിവിൽ 19 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? യെസ് ബാങ്കിന്റെ കേസിൽ ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ നമ്മൾ 21 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 19 രൂപ 25 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.